ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു റൈറ്റ് വിങ് അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ കളിക്കുന്ന പ്ലേയേഴ്സ് ഇപ്പം പ്രത്യേകിച്ച് രാഹുൽ KP ഒക്കെ കഴിഞ്ഞ സീസണിൽ നോട്ട് അപ് ടു മാർക്ക് എന്ന ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് നോക്കേണ്ടതില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം സൗരവ് കഴിഞ്ഞൊരു സീസണിൽ ഡീസൻ്റായിട്ട് കളിച്ചു, പക്ഷേ രാഹുൽ KP ആകാം ഫസ്റ്റ് 11 അത് എങ്ങനെ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ഇതിൻ്റെ ഒരു അതർ സൈഡിനെ പറ്റി കൂടി ചിന്തിച്ചു. അത് അങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ മിഗായൽ ഷാരയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞൊരു പോയിൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു കൗണ്ടർ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നൊരു പരിശീലകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സെറ്റ് പീസ് അതും മനസ്സിലാക്കുന്നു. ഇപ്പം അത് അർത്ഥവത്താകുന്ന തരത്തിൽ പിന്നീട് അദ്ദേഹം സെറ്റ് പീസ് കോച്ചിനെയൊക്കെ അടക്കം അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് സ്റ്റാഫ് എന്ന നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൗണ്ടർ സിറ്റുവേഷനും. സോ ഇവാൻ്റെ അണ്ടറിൽ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രാഹുലിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം രാഹുൽ അണ്ടർ ഇവാൻ അടിച്ചിട്ടുള്ളത് 3 ഗോളുകളാണ്. ഈ 3 ഗോളുകൾ നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പം ആദ്യം ഫൈനലിലാണ് ഗോൾ അടിക്കുന്നത്. അത് അദ്ദേഹം ഒരു റൺ നടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ അടിക്കുന്നു, ഗോളാകുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗോൾ കീപ്പറുടെ കൈ തട്ടിപ്പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ മോഹൻ ബഗാനെതിരെ കഴിഞ്ഞതിന് മുന്നത്തെ സീസണിൽ അടിച്ചിട്ടുള്ളൊരു ഗോളും അതും അദ്ദേഹം ഈ പറഞ്ഞ പോലെ റൈറ്റിലൂടെ ഒരു റൺ നടത്തിയിട്ട് ഒരു ഷോട്ട് എതിർക്കുന്നു. ഗോൾ കീപ്പറുടെ കാലുകൾക്ക് ഇടയിലൂടെ അല്ലെങ്കിൽ കൈകൾക്ക് ഇടയിലൂടെയൊക്കെ പോകുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ഗോളാകുന്നു. ആൻഡ് ചെന്നൈയിൻ എഫ്സിക്കെതിരെ ഒരു ഗോൾ, അത് പിന്നെ റൺ നടത്തിയൊന്നുമല്ല, വിങ്ങിൽ കൂടെ ഒരു കട്ട് ബാക്ക് വരുന്നു, അദ്ദേഹം അടിക്കുന്നു. അവിടെയും ഗോൾ കീപ്പറുടെ കൈയുടെ ഇടയിലൂടെ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ISL അടിച്ചിട്ടുള്ള കിബുവിൻ്റെ അണ്ടറിലുള്ള 2 ഗോളുകളുണ്ട്. പിന്നെ ഫസ്റ്റ് സീസണിൽ എൽക്കോഡ് അണ്ടറിൽ ഒരു റൺ അടിച്ചിട്ടുണ്ട്. പക്ഷേ കിബുവിൻ്റെ അണ്ടറിൽ അടിച്ചിട്ടുള്ള 2 ഗോളുകളും കൗണ്ടർ സിറ്റുവേഷനിലാണ്. ഒന്ന് ഹൂപ്പർ സെൻട്രലിലൂടെ ഇതുള്ള റൺ നടത്തുന്നു, അദ്ദേഹം പാരലായിട്ട് വിങ്ങിലൂടെ റൺ നടത്തുന്നു, അദ്ദേഹത്തിന് കൊടുക്കുന്നു, ബൂം ഒരു ഗോൾ അടിക്കുന്നു. അതുപോലെ തന്നെ ബംഗളൂരു എഫ്സിക്കെതിരെ ലാസ്റ്റ് മിനിറ്റിൽ അടിച്ചിട്ടുള്ള ഗോൾ അതെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അദ്ദേഹം ഒരു കൗണ്ടർ സിറ്റുവേഷൻ വരുന്നു, അത് സന്ദീപിൽ നിന്നാണെന്ന് തോന്നുന്നു രാഹുലിന് കിട്ടുന്നത്. ആ റൺ നടത്തുന്നു, റൈറ്റിൽ നിന്നൊന്ന് ഇൻവേർട്ട് ചെയ്യുന്നു, അടിക്കുന്നു. അപ്പം പിന്നെ അദ്ദേഹം റീസെൻ്റ്ലി ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ ഗെയിംസിൽ അടിച്ചിട്ടുള്ള ഗോളും സിമിലർ ആയിട്ടുള്ള റൈറ്റിലൂടെ ഒരു റൺ നടത്തുന്നു, ഒരു ഗോൾ അടിക്കുന്ന സാഹചര്യം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ പറയുന്ന ഒരു ബോൾസ് വരുന്ന സമയത്ത് അദ്ദേഹം ഓഫ് ദ ബോളിലോ അല്ലെങ്കിൽ ഒരു ബോളുമായിട്ട് ഒറ്റ റൺ നടത്തി കഴിഞ്ഞിട്ട് അടിക്കുന്ന ഗോളുകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം അണ്ടർ ഇവാൻ രാഹുൽ KP എന്ന് പറയുന്ന ഒരു താരത്തെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു യഥാർത്ഥ ഉദാഹരണമാണ് നമ്മൾ ഈ പറയുന്ന പോലെ കൗണ്ടർ അറ്റാക്ക് അത്ര എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒപ്റ്റയുടെ ചില കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ സീസണിലെ KBFCയുടെ ഒരു അറ്റാക്കിംഗ് ഒക്കെ കൂടുതൽ വന്നിട്ടുള്ളൊരു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലോങ് ബോൾസ് ആണ്, ഒരു 76 കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും നമ്പർ കുറവ് കാണിക്കുന്നത് കൗണ്ടർ അറ്റാക്കാണ്, വെറും 15 ആണെന്നുള്ളതാണ്. ബാക്കി ഏത് കാര്യം എടുത്താലും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും അതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണക്കുകളൊന്നും കാണണ്ട, സാധാരണ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണുന്ന ഒരു ആരാധകന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ കൗണ്ടർ അറ്റാക്കിങ്സ് അത്ര എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇതിൽ ഇപ്പോൾ വിങ് പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 53 ആണ് കാണുന്നത്, അതൊരു ആവറേജ് ആണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അണ്ടർ ഇവാൻ കൂടുതലും വിങ് പ്ലേയിലൂടെ അറ്റാക്സ് വരുന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് വിങ്ങിലായിരിക്കും. അത് മേ ബി ലൂണെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ ദിമി ആ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ടാണോ എന്നുള്ളതൊന്നും അറിയത്തില്ല. കൂടുതലും നമുക്ക് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പം റൈറ്റ് സൈഡ് പലപ്പോഴും ഒരു പ്ലെയിനായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സോ ഇതുകൊണ്ടാണോ രാഹുൽ ഡൗൺ ആയി പോയത് കഴിഞ്ഞ സീസണിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അല്ല, പക്ഷേ ഇതും ഒരു ഫാക്ടേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന കാര്യം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു ത്രൂ ബോൾസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെട്ടെന്നൊരു ലോങ് ബോളോ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് റൺ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു എബിലിറ്റി. പക്ഷേ ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കൗണ്ടർ സിറ്റുവേഷൻസ് പറഞ്ഞാൽ വളരെ അധികം കുറവാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു കൗണ്ടർ സിറ്റുവേഷനിൽ നിന്ന് ഗോൾ തന്നെ അടിച്ചായിട്ട് ഓർക്കുന്നില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. ഐ തിങ്ക് ലൂണയുടെ ദാറ്റ് ഗോൾ ഒരു വേണമെങ്കിൽ ഒരു കൗണ്ടർ സിറ്റുവേഷനിൽ എന്ന് പറയാം. കാരണം ഇത്തവണത്തെ മറ്റേ ആ ഒരു ഗോൾ ഓഫ് ദി ലീഗ് കിട്ടിയിട്ടുള്ളത് ഒരു പരിധി വരെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു പ്രോപ്പർ കൗണ്ടർ സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. എങ്ങനെയാണ് ഒരു കൗണ്ടർ സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഒപ്പോണൻറ്റ് ടീം ഒരു അറ്റാക്ക് നടത്തുന്ന സമയത്ത് നമ്മളുടെ ഡിഫൻഡറോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സോ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു.
പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മുടെ അറ്റാക്കിങ്ങിലുള്ള ഒരു പ്ലെയറിലേക്ക് അത് ബോൾ വരുന്നു, ആ ബോളുമായിട്ട് റൺ നടത്തുന്നു. ചിലപ്പോൾ അത് നേരിട്ട് തന്നെ ഗോൾ അടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ചിലപ്പം മറ്റ് പാരലായിട്ട് മറ്റ് പ്ലേയേഴ്സ് റൺ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്ലെയറിന് ഒരു പാസ് കൊടുത്തിട്ട് അങ്ങനത്തെ ഗോൾ അടിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ജീക്സിനെ പറ്റിയൊക്കെ പറയുന്ന ഇവാൻ്റെ അണ്ടറിൽ പ്രത്യേകിച്ച് കളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹം ഇങ്ങനത്തെ ഒരു ബോൾസ് പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാലും അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാലും അദ്ദേഹം കൂടുതലും സ്ക്വയർ പാസ് കൊടുക്കാനൊക്കെയാണ് കൂടുതൽ നോക്കാറുള്ളത്. പ്രോഗ്രസീവായിട്ട് അത്രയും മേൽ വരാറില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഞാൻ നാഷണൽ ടീമിലൊക്കെ കളിക്കുമ്പോഴത്തേക്കും ജീക്സൺ തന്നെ ഇങ്ങനത്തെ പ്രോഗ്രസീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒരു ഗോളിലേക്ക് ഒക്കെ വക്കത്ത് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പം മിഖായൽ ഷാറെ ഈ പറഞ്ഞ പോലെ കൗണ്ടർ സിറ്റുവേഷനും ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നൊരു കോച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഗെയിം സ്റ്റൈൽ പോലും ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധിവരെ ഇപ്പം വിപിനാണെങ്കിലും അസറാണെങ്കിലും അത് എഫക്റ്റീവ് ആക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. കാരണം ആ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു വിഷനുണ്ട്, ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, അത് അവർക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലത്തെ സ്പീഡി പ്ലേയേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്യാവുന്നൊരു ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പം ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കുവാണെങ്കിൽ നോവ ആ ഒരു കൈൻഡ് ഓഫ് പ്ലെയറാണ്. വളരെ സ്പീഡിയായിട്ട് റൺ നടത്തി അദ്ദേഹത്തിൻ്റെ സ്കിൽസ് കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ. രാഹുലിനെയും ആ ഒരു തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കൂടുതൽ നമ്പേഴ്സ് നമുക്ക് ഇദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇത് എൻ്റെ ഒരു തോട്ട്സാണ്. ഇത് ഞാനൊരു കംപ്ലീറ്റ്ലി ഇത് ശരിയാണെന്നുള്ളൊരു അവകാശം അതൊന്നും വെക്കുന്നില്ല. കാരണം ഇവാൻ്റെ അണ്ടറിൽ നമ്മളുടെ കൗണ്ടർ എഫക്റ്റീവ് ആയിരുന്നില്ല. രാഹുൽ കെ പിയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു സീസൺ അത്ര മികച്ചതായിരുന്നില്ല. എന്നാൽ രാഹുൽ കെ പി കൗണ്ടർ സിറ്റുവേഷൻസിലാണ് കൂടുതൽ ഗോൾസ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വന്നിട്ടുള്ളത് എന്നുള്ളത് കാര്യങ്ങൾ എനിക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലായി. പിന്നെ ഈ കണക്കുകൾ കാണാനിടയായി. അതുപോലെ മിഖായൽ ഷാറെ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻസ് നന്നായിട്ട് ഉപയോഗിക്കുന്ന കോച്ചാണെന്ന് മനസ്സിലായി. അപ്പം ഇങ്ങനെ എല്ലാ കുറേ കളക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയപ്പോൾ അതൊന്ന് സംയോജിച്ച് ഈ ഒരു തരത്തിൽ നിങ്ങളുമായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് തോന്നി. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനി.